മനസ്സലിയുന്ന ഒരു ദൈവത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദൈവത്തെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കുമ്പോൾ നമ്മളോട് മനസ്സലിയുന്നവനായ ദൈവം. എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മൾ പറയാതെ തന്നെ വിളിച്ചപേക്ഷിക്കാതെ നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് മനസ്സലിയുന്ന ഒരുവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അവസ്ഥയെ അറിഞ്ഞ് തന്നോട് ചോദിക്കാതെ തന്നെ നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് നമ്മെ കണ്ട് മനസ്സലിയുന്നവനായ ഒരു കർത്താവ്. ക്രിസ്തുവിൻ്റെ പ്രാധാന്യത അതാണ്. അവനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് കാണിക്കുന്നതായ, സ്തുതിക്കുവാനും അവനെ ആരാധിക്കുവാനും അവനെ മടുപ്പ് കൂടാതെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന, ഉത്സാഹം തരുന്ന, സന്തോഷം തരുന്ന, സമാധാനം തരുന്ന ഒരു ഘടകം നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് നമ്മുടെ സാഹചര്യം അറിഞ്ഞ് നമ്മോട് മനസ്സലിയുന്നവനായ ദൈവത്തിന് സ്തോത്രം. ഇത്തരുണത്തിൽ നമ്മുടെ ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. അതിങ്ങനെ വായിക്കുന്നു: യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക് വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഈ പുരുഷാരം ഏതാണ്ട് പുരുഷന്മാർ തന്നെ 4000 പേരുണ്ട്. അവരുടെ സ്ത്രീകളും എല്ലാം കൂടെ കൂട്ടി നമ്മളൊന്ന് കൂട്ടി നോക്കൂ. ഏകദേശം 10,000-ൽ പരം ജനങ്ങൾ അവിടെ കൂടി നിൽക്കുകയാണ്. അവരാരും യേശുവിനോട് ചെന്ന് ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് അവർ പരാതി പറയുന്നില്ല, ആവലാതി പറയുന്നില്ല. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ജനങ്ങൾ ഇത്രയും തടിച്ചുകൂടിയതായ ഈ ജനങ്ങൾ എന്നോടുകൂടെ അല്ലെങ്കിൽ നമ്മോടുകൂടെ 3 ദിവസമായി പാർക്കുന്നു. ഇപ്പോൾ അവർക്ക് വിശക്ക് തീർച്ചയായിട്ടും അവർക്ക് വിശപ്പുണ്ടായിരിക്കാം. അവർ നമ്മോട് പറയുന്നില്ല, അവർ നമ്മളോട് പരാതിപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെങ്കിൽ അവരുടെ വിശപ്പിനെ അറിഞ്ഞ്, അവരുടെ സാഹചര്യത്തെ അറിഞ്ഞ് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു മനസ്സലിവുള്ളവനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിചയപ്പെടുവാൻ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഏറ്റവും വലുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കൂ, കർത്താവ് പറഞ്ഞതിന് മറുപടിയായിട്ട് ശിഷ്യന്മാർ കൊടുത്ത, കർത്താവിനോട് പറഞ്ഞ ആ മറുപടി ഒന്ന് നോക്കൂ. ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നോക്കൂ. 33-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ തീർച്ചയായിട്ടും ഒരു കാട്ടുപ്രദേശത്തല്ല നിൽക്കുന്നത്. കർത്താവ് കുറ്റിക്കാട്ടിലും വനാന്തരങ്ങളിലും വനത്തിലും 10,000 പേരെ തിക്കി നിറച്ചുകൊണ്ടല്ല കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ ശിഷ്യന്മാരുടെ വാക്കുകളിലും കാഴ്ചപ്പാടിലും ആ പുൽപ്പുറത്തെ, മണലാരണ്യത്തെ അല്ലെങ്കിൽ കടൽപ്പുറത്തെ മനോഹരമായ ഒരു ദേശത്തെ ആ ശിഷ്യന്മാർ കണ്ടത് കാടെന്നുള്ളതായ രീതിയാണ്. അസാധ്യതകൾ, അവരുടെ മനസ്സിൽ കാടിൻ്റെ ഭാഷ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അസാധ്യതകൾ പല ഭാഷയിൽ നമ്മുടെ മുൻപിൽ കടന്നു വരും. അസാധ്യതകളെ വെളിപ്പെടുത്തുവാൻ നമുക്കിഷ്ടമില്ലാത്തതായ അനേക കഷ്ടപ്പാടുകൾ എടുക്കുവാൻ നാം മുതിരാതെ അതിനെയൊക്കെ നമ്മൾ വളരെ വില കുറഞ്ഞതായ ചില വാക്കുകൾ കൊണ്ട് ആ സാഹചര്യത്തെ നമ്മൾ വിശേഷിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവത്തോടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതായ ഒരു കാര്യം, ഒരു ബോധം അവർക്ക് നഷ്ടപ്പെട്ടു. കാരണം അവരുടെ കയ്യിൽ എന്തൊക്കെയോ, അവർക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ട്. അത് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി വീതിക്കുവാൻ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതായ ഇടുങ്ങിയ മനസ്ഥിതി. യേശു അവരോട് ചോദിക്കുകയാണ്, കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ആ കാര്യം നിങ്ങൾ മറന്നു കളയുക. പക്ഷെങ്കിൽ നിന്റെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശിഷ്യന്മാർക്കൊരു ബോധം വന്നതുപോലെ ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും, വീണ്ടും അവർ തുച്ഛമായിട്ട് അവരുടെ വാക്കുകൾ തുച്ഛീകരിച്ചാണ് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും കുറേ മീനുമുണ്ട്. എന്നാൽ ഈ 7 അപ്പത്തോടു കൂടി
കുറേ മീൻ എന്ന് പറയുന്നത് അതൊരു എക്സ്ക്യൂസിൻ്റെ ഭാഷയാണ്. അതായത് ഒട്ടും മതിയാകാത്തതായ ഒരു കാര്യമെന്ന് ഗുരുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതായ മാനുഷിക വാക്കുകൾ. കർത്താവ് ആ വാക്കുകൾക്കൊന്നും വില കൽപ്പിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരോട് കൂടുതൽ പദം പറയാതെ കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? ജനങ്ങളെ ഇരിക്കുവാൻ, പന്തി പന്തിയായിട്ട് ഇരിക്കുവാൻ അവരോട് കൽപ്പിച്ചു. അവിടെ കീഴോട്ടുള്ളതായ വചനങ്ങളിൽ നാം വായിച്ചു നോക്കുമ്പോൾ 4000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇത്രയും പുരുഷന്മാർ തന്നെ ഉള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സ്ത്രീകളും കുഞ്ഞുകുട്ടികളും അന്നൊക്കെ കുടുംബമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നതായ സ്ഥലങ്ങളിൽ അവരൊക്കെ കുടുംബമായി കെട്ടിപ്പെറുക്കി പോകും, യാത്ര പോകും. അപ്പോൾ ആ കുട്ടികളെയും കൂടെ ഒക്കെ കൂട്ടി ഏതാണ്ട് 10,000 പേരെങ്കിലും കാണും എന്ന് നമുക്ക് ഊഹിക്കാം. ആ ജനങ്ങളോട് യേശു ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്താ ചെയ്തതെന്നറിയാമോ? നമ്മുടെ മനസ്സിലേക്ക് ആ സാഹചര്യത്തെ നമുക്കൊന്ന് കൊണ്ടുവരാം. എങ്ങനെയായിരിക്കും അപ്പോൾ നടന്നതായ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഒരു ലൈവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. എങ്കിൽ മാത്രമേ ആ യേശു ചെയ്തതായ കാര്യങ്ങളുടെ ഒരു ഗാംഭീര്യത്വം, ഒരു ഗൗരവമേറിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ആത്മാവിൽ കൂടെ നമ്മളിലേക്ക് ലയിച്ചിറങ്ങുകയുള്ളൂ. അങ്ങനെ അവരെ ഇരുത്തിയതിന് ശേഷം കർത്താവ് അവരുടെ ആ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അവർ അല്പമായി കണ്ടതായ, വില കുറച്ച് കണ്ടതായ കുറേ മീനും ആ 7 അപ്പവും വാങ്ങി കർത്താവ് സ്വർഗത്തേക്ക് നോക്കി അതിനെ മുറിച്ചു ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കുവാൻ പറഞ്ഞു. അപ്പോൾ കുറഞ്ഞത് ഒരു വ്യക്തി 12 ശിഷ്യന്മാർ ഈ 10,000 പേർക്ക് വീതിക്കാണല്ലോ, ഏതാണ്ട് 900 പേർക്ക്, 900 പേർക്ക് ഒരു ശിഷ്യൻ വിളമ്പിക്കാണുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ വിളമ്പണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ കൈകളിൽ മുറിച്ചു കൊടുക്കണമെങ്കിൽ തന്നെ നോക്കൂ, അത് മണിക്കൂറുകൾ എടുക്കും ആ ശുശ്രൂഷ കഴിയാൻ. നമുക്ക് തന്നെ ഒരു 1000 പേർക്ക് നമ്മൾ ഭക്ഷണം ഒന്ന് വിളമ്പിക്കൊടുത്ത് നോക്കൂ, എത്ര പേര് വേണം വിളമ്പുവാൻ? എന്തെല്ലാം ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ യേശു അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ജനങ്ങൾക്ക് കൊടുക്കുവാൻ പറഞ്ഞു. ശിഷ്യന്മാർ കൊടുത്ത പാടെ കിട്ടിയവർ വീണ്ടും വീണ്ടും മുറിച്ച് അങ്ങോട്ട് പാസ് ചെയ്ത് കാണും. നിമിഷ നേരത്തിനുള്ളിൽ ആ 10,000 പേരുടെയും കയ്യിൽ അപ്പത്തിൻ്റെ കഷ്ണങ്ങളും മീനിൻ്റെ കഷ്ണങ്ങളും ചെന്നെത്തി. അപ്പോൾ യേശു മുറിച്ചത് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു, ശിഷ്യന്മാർ മുറിച്ചത് അത് ജനങ്ങളുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം ജനങ്ങളും അത് വീണ്ടും വീണ്ടും ലഭിച്ചവൻ മുറിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ശിഷ്യന്മാർ 7 അപ്പം കൊടുത്തെടുത്ത് യേശു അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ഒന്നും കർത്താവ് അപഹരിച്ചെടുത്തില്ല എന്ന് അവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവർക്ക് 7 വട്ടി അപ്പം, അല്ലെങ്കിൽ 7 കൊട്ട നിറച്ച് അവർക്ക് തിരിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത് 7 അപ്പം, കർത്താവ് ശിഷ്യന്മാർക്ക് തിരിച്ചു കൊടുത്തത് 7 കൊട്ട നിറച്ച്, വട്ടി നിറച്ച്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയുടെ മഹാത്മ്യം ഈ പ്രഭാതത്തിൽ നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവാത്മാവ് ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കൂ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മൾ അസാധ്യതകളെ കാണുന്നു. സാഹചര്യങ്ങൾ മണലാരണ്യമാണെങ്കിലും നമ്മൾ അതിനെ കുറ്റിക്കാടെന്ന് വിശേഷിപ്പിക്കുന്നു, വലിയ കാടെന്ന് വിശേഷിപ്പിക്കുന്നു, വനമെന്ന് വിശേഷിപ്പിക്കുന്നു. അസാധ്യതകളുടെ വാക്കുകൾ നമ്മളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. കർത്താവ് ആ അസാധ്യതകളെ നമ്മളിൽ നിന്ന് അകറ്റുവാൻ കർത്താവ് ചോദിക്കുകയാണ്. കുറ്റിക്കാട്ടിലെ അസാധ്യതകളെ നിന്റെ കണ്ണുകൊണ്ട് കാണാതെ, അല്ലെങ്കിൽ വനാന്തരത്തിലെ മണലാരണ്യത്തിലെ അസാധ്യതകളെ നിന്റെ നാക്കുകൊണ്ട് നീ പറയാതെ, നിന്റെ കയ്യിലുള്ളതായ കാര്യങ്ങളിലേക്ക് ഒരു ദർശനം നിനക്കുണ്ടാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് കൽപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്, താഴ്ചകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ വളരെയുണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളെയും പോരായ്മകളെയും കണ്ട് മനസ്സലിയുന്നവനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ
ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കുള്ളപ്പോൾ നമ്മുടെ നാവിൽ നിന്നും ഉരുത്തിരിയേണ്ട വാക്കുകൾ ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകളല്ല, സമൃദ്ധിയുടെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നും പൊഴിയണം. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസം തോറും പലപ്പോഴും അനേക ദൈവദാസന്മാരിൽ കൂടെ ഈ വചനത്തെ അനേകായിരം പ്രാവശ്യം നമ്മോട് കേൾപ്പിക്കുവാനും നമുക്ക് വായിക്കുവാനും ഇടയാക്കി തീർക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ മനസ്സലിവുള്ള ഒരു ദൈവത്തെ നമ്മൾ കണ്ടു, വർദ്ധിപ്പിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടു, ഇല്ലായ്മകളിലേക്ക് നോക്കാതെ സമൃദ്ധിയിലേക്ക് നോക്കുന്നവനെ കണ്ടു, സകലത്തിനെയും വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് നോക്കുന്നവനെ കണ്ടു, അവൻ്റെ കയ്യിൽ കിട്ടുന്നതിനെ സ്തോത്രം ചെയ്ത് മുറിക്കുന്നവനെ നമ്മൾ കണ്ടു. ആ മുറിച്ചത് തന്നെ ശിഷ്യന്മാർക്ക് പകുത്തു കൊടുക്കുന്നവനെ കാണുന്നു. അതിനുശേഷം ശിഷ്യന്മാരോട് ജനങ്ങളിലേക്ക് കൊടുക്കുവാൻ പറയുന്നവനെ കാണുന്നു. ജനങ്ങളിലേക്ക് കൊടുത്തവൻ ജനങ്ങൾക്ക് തന്നെ കൊടുക്കുവാൻ അല്ലെങ്കിൽ അവൻ സന്ദേശം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്തതിൽ എത്രയോ മടങ്ങ് നമുക്ക് തിരിച്ചു തരുന്ന ഒരുവനെ കാണും. കർത്താവിനെ എത്ര പകുതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഈ പ്രഭാതത്തിൽ നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് മനസ്സലിവുണ്ടാകുന്നു, ഇല്ലായ്മകളെ കണ്ട് മനസ്സലിവുണ്ടാകുന്നു, വിശക്കുന്നവരെ കണ്ട് മനസ്സലിവുണ്ടാകുന്നു, അല്ലെങ്കിൽ തോൽവികളുടെ മുൻപിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കാണുന്നു, അനേക ജീവിതത്തിൻ്റെ നിരാശാ സന്ദർഭങ്ങളിൽ സാധ്യതകളെ മുന്നിൽ കാണുവാൻ കഴിവുള്ളവനായി വളർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ നമുക്ക് നമ്മുടെ മുൻപിൽ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അധൈര്യപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ നമുക്കും ധൈര്യപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ കർത്താവിന് തന്നെയല്ല, ദൈവം നമ്മെ കൂടെ ആ ശുശ്രൂഷ പലപ്പോഴും ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ശിഷ്യന്മാർ തന്നെ അനുഭവിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ആദ്യം കിട്ടിയ ആ പുരുഷന്മാരെ മാത്രം അനുഭവിച്ചിരുന്നെങ്കിലോ, തീർച്ചയായിട്ടും 4000 പുരുഷന്മാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ ശിഷ്യന്മാർ ആദ്യം 4000 പുരുഷന്മാരെ ഫീഡ് ചെയ്ത് കാണും, അവരുടെ കയ്യിൽ കൊടുത്തു കാണും. അവർ ആ ജനങ്ങൾക്ക് മുഴുവനും പകുത്തു കൊടുത്തു കാണുമായിരിക്കും. കിട്ടിയവർ വീണ്ടും അവരത് മുറിച്ചു. എങ്ങനെ? കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം അവരെ പഠിപ്പിച്ചു. ആകാശത്തേക്ക് നോക്കി, സ്വർഗത്തേക്ക് നോക്കി, പുകഴ്ത്തി, വാഴ്ത്തി, ഞുറുക്കി അടുത്തിരിക്കുന്നവന് കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം നമ്മുടെ കൂടെ ഇരിക്കുന്നവനെ പോഷിപ്പിക്കുന്നവരാണെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. നാം അസാധ്യതകളെ കാണാതെ സമൃദ്ധിയുടെ വഴികളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കാണുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളതായ ഒരു ചിന്താധാര നമ്മെ ഭരിക്കുകയുള്ളൂ. അത് പ്രത്യാശയുടെ വാക്കാണ്, സമൃദ്ധിയുടെ വാക്കാണ്, വിശ്വാസത്തിൻ്റെ വാക്കാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശപ്പും പോരായ്മകളും താഴ്ചകളും ഇല്ലായ്മകളും നിന്റെ ജീവിതത്തിൽ ഇനിയും വരും കാലങ്ങളിൽ ധാരാളം കടന്നു വരും. അനേകം പ്രാവശ്യം നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ നിന്റെ വീട്ടിൽ ധാരാളം കാണുമായിരിക്കാം. എന്നാൽ ചില സാഹചര്യങ്ങൾ നീ ഒറ്റയാക്കപ്പെടുന്നതായ ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ പോരാട്ട കാലങ്ങളിലേക്ക് ദൈവം ഈ കാലങ്ങളിൽ മനുഷ്യനെ, ലോകത്തെ വഴി നടത്തുകയാണ്. സാധ്യതകളും സമൃദ്ധികളും നമ്മുടെ മുൻപിൽ നിന്ന് മാറ്റപ്പെടും. നമുക്ക് സുഗമമായ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇല്ലായ്മകൾ വരും, വിശപ്പ് വരും, കഷ്ടതകൾ വരും, താഴ്ചകൾ വരും, അനേക വിധമായിട്ടുള്ള നഗ്നതയും പ്രയാസവും പരിഹാസവും നിന്ദയും വേറുകൃത്യങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. നമുക്കുള്ളവരൊക്കെ തന്നെ നമ്മെ കഷ്ടപ്പെടുത്തുന്നതും നഷ്ടപ്പെടുത്തുന്നതുമായ സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതായ, ഒറ്റിക്കൊടുക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ നിലവിളിക്കാതെ അറിയുന്ന ഒരു ദൈവം, നമ്മോട് മനസ്സലിവുള്ള ഒരു ദൈവത്തെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ സകലത്തിനും മതിയായവനാണ്. പക്ഷെങ്കിൽ അവനൊരാവശ്യം നമ്മളിൽ നിന്നുണ്ട്. നമ്മൾക്ക് ആകാശത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തരികയല്ല. അസാധ്യമായതൊക്കെ ആകാശത്തു നിന്ന് മന്ത്രവാദികളും ശകുനവാദികളും ആകാശത്തു നിന്ന് റോസാപ്പൂ എടുത്തു തരുന്നത് പോലെയുള്ള മന്ത്രവാദമല്ല ദൈവം ചെയ്യുന്നത്. നിന്റെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിക്കും. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കർത്താവ് ചോദിക്കുന്നു. അതാണ് ദൈവത്തിന് അറിയേണ്ടത്.
അങ്ങനെ ഒരു സഹായം കർത്താവിനോട് നമ്മൾ ചെയ്യണം. കർത്താവ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും. നിന്റെ കയ്യിൽ എന്തുണ്ട്? വനങ്ങളിലും പ്രയാസങ്ങളിലും കുറ്റിക്കാടുകളിലും ഉണ്ടാകുന്നതിനെയും ഉണ്ടാകാത്തതിനെയും കുറിച്ച് നീ ഭാരപ്പെടണ്ട. കുറ്റിക്കാടിനെയും മണലാരണ്യത്തെയും വനാന്തരത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അവിടെ ഇല്ലായ്മകളെ എങ്ങനെ സാധ്യമാക്കി തീർക്കാമെന്ന് ദൈവത്തിന് അറിയാം. അത് ദൈവത്തിൻ്റെ പകുതിയാണ്. പക്ഷെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു ഉത്തരവാദിത്വം, നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ദൈവത്തെ ധരിപ്പിക്കുന്ന ആ ശുശ്രൂഷ നാം വിശ്വസ്തയോടെ ചെയ്യുമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ദൈവം നമുക്ക് ചെയ്തിട്ട് നാം കൊടുത്തതിൻ്റെ എത്രയോ മടങ്ങായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചു തരും. ഗോഡ് ബ്ലെസ് യു.